സാധാരണ നമ്മളൊക്കെ സാധാരണ താരങ്ങളാണ്, നമ്മൾ സൂപ്പർ താരങ്ങളാണ്. ആക്ച്വലി ഞങ്ങൾക്ക് മുമ്പിൽ എപ്പോഴും ഞങ്ങളുടെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് ലാലേട്ടനെയും മമ്മൂക്കയും സുരേഷ് പോലുള്ള താരങ്ങളാണ്. ഇത്തവണ അവരെല്ലാവരും മാറി നിന്നത് സങ്കടകരമായ അവസ്ഥയാണ്. നമുക്ക് മുന്നിലെല്ലാവരും വേണം. പക്ഷേ നമുക്കിപ്പോൾ വളരെ സാധാരണക്കാരാണ്, ഞങ്ങളുടെ ഇടയിലുള്ള ആൾക്കാരാണ് മത്സരിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ജയിച്ചത് ശ്വേതയെ പോലുള്ള കുക്കുവിനെ പോലെ പറയുന്ന ഉണ്ണീഷ് പോലെ അങ്ങനെയുള്ള സാധാരണ ഉള്ള ഇതാണ്. അപ്പോൾ നമുക്കത് ഏറ്റവും വലിയ അഭിമാനം എന്ന് നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു ഗ്യാപ്പില്ല. ഞങ്ങൾക്ക് തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പറയുന്ന കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ആവശ്യങ്ങളുണ്ട്, ഇതിൻ്റെ സംഘടനയിൽ ഇതിൻ്റെ മാറ്റം വരുത്തണമെന്ന് ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. പ്ലസ് ഞങ്ങൾക്ക് മുകളിൽ എപ്പോഴും ലെജൻസ് ഉണ്ടാവണമെന്ന് മാത്രമേ. അവരുടെ സപ്പോർട്ട് പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ സംഘടന. പിന്നെ മാത്രമല്ല, സ്ത്രീകൾ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സംഘടനയുടെ തലപ്പത്ത് സ്ത്രീകൾ എത്രയും തീർച്ചയായിട്ടും അവർ നയിക്കട്ടെ, സ്ത്രീകൾ നയിക്കട്ടെ. പുറകിൽ ബാക്കപ്പായിട്ട് അത്രയും ഞങ്ങൾ പുരുഷന്മാർക്ക് വലിയ മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ അമ്മ സംഘടനയുണ്ടെന്ന് ഇപ്പോൾ അവതരിപ്പിക്കാൻ കുറച്ചുകൂടി ആ ഒരു അന്തരം കുറഞ്ഞു എന്നാണ് സാർ ചേട്ടൻ പറയുന്നത്? തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ പലപ്പോഴും അവതരിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു. കാരണം ഒരു പക്ഷേ ബഹുമാനം കൊണ്ടോ നയം കൊണ്ടോ ഒക്കെ ആവും. കാരണം എന്ത് നമ്മൾ പറയും എന്നുള്ളത് ആദ്യ വർഷത്തിൽ ഒരിക്കൽ മാത്രം കാണുന്ന ഒരു സംഘടനയുടെ ഏറ്റവും വലിയ താരങ്ങളുടെ ഇടയിൽ നമ്മൾക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഒരു പക്ഷേ പറ്റിയെന്ന് വരും. പക്ഷേ ഇപ്പോൾ നമ്മളെല്ലാം ഫോണിൽ കിട്ടുന്നതാണ്, എല്ലാം കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഏറ്റവും വലിയ സൂപ്പർ താരങ്ങളില്ല ആക്ച്വലി. അപ്പോൾ നമ്മൾക്ക് കാര്യം ആക്ച്വലി അവർക്കും അതൊരു വേണം. നമുക്കൊരു എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇടപെടാൻ പറ്റുന്നതിന് ഒരു പരിമിതിയുണ്ട്. കാരണം അവർ നിൽക്കുന്ന സ്ഥാനം അതാണ്. അപ്പോൾ അവരെ നമ്മൾ എപ്പോഴും നമ്മുടെ എന്താ പറയുക അങ്ങനെ ആക്കിക്കൊണ്ട് നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവർ എന്നും ഫോണിൽ കോൺടാക്ട് ചെയ്യണം. ഇപ്പോൾ മത്സരിച്ച എല്ലാവരുമായിട്ട് ഏത് സമയത്തും നമുക്ക് ഒരു കൺവെർസേഷൻ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പോ ഇങ്ങനെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ അതിനകത്ത് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു സംഘടന ആവട്ടെ. അതോടൊപ്പം